നമ്മുടെ വീടുകളിലോ ഓഫീസിലോ വൈഫൈ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൈഫൈ റിപ്പീറ്റർ, ബൂസ്റ്റർ എന്നിവയെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അതേ ശ്രേണിയിൽ തന്നെ വരുന്ന D-Linkൻ്റെ ഒരു വൈഫൈ റൗട്ടറായിട്ടും റിപ്പീറ്ററായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വയർലെസ് N300 റൗട്ടറിനെ കുറിച്ചുള്ളൊരു റിവ്യൂവും അൺബോക്സിങ്ങുമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ ഓഫീസിലെ ആവശ്യത്തിന് ഒരു റൗട്ടറോ റിപ്പീറ്ററോ വാങ്ങിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാവുന്നതാണ് D-Linkൻ്റെ DIR 650IN എന്ന് പറയുന്ന മോഡൽ. ഇത് D-Linkൻ്റെ തന്നെ 300 Mbps സീരീസിൽ വരുന്നൊരു മോഡലായതുകൊണ്ട് ഇതിനെ N300 എന്നും വിളിക്കാറുണ്ട്. ഈ വൈഫൈ റൗട്ടറിൻ്റെ ബോക്സ് പാക്കിൽ വൈഫൈ റൗട്ടർ കൂടാതെ അതിൻ്റെ ഇൻസ്റ്റാളേഷന് നമ്മളെ സഹായിക്കാൻ ആവശ്യമായ ഒരു ഇൻസ്റ്റാളേഷൻ ഗൈഡും ഈ റൗട്ടറിനെ ഇൻ്റർനെറ്റ് പ്രൊവൈഡറിൻ്റെ ഡിവൈസായി കണക്ട് ചെയ്യാൻ ആവശ്യമായ 1 മീറ്റർ ലെങ്തോട് കൂടിയ ഒരു ഹൈ ക്വാളിറ്റി Cat 6 D-Linkൻ്റെ കേബിളും അതുകൂടാതെ റൗട്ടറിലേക്ക് പവർ കണക്ട് ചെയ്യാൻ ആവശ്യമായ 5 വോൾട്ടിൻ്റെ D-Linkൻ്റെ ഒരു DC അഡാപ്റ്ററും ഈ ബോക്സിൽ തന്നെ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വൈഫൈ റിപ്പീറ്ററുകൾ വാങ്ങിക്കുമ്പോൾ ഒട്ടുമിക്ക ബോക്സ് പാക്കിലും Cat 6 കേബിൾ കാണാറില്ല. കാരണം ഒരിക്കൽ ഒരു വൈഫൈ റിപ്പീറ്റർ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കുന്നതിന് ഈ കേബിളിൻ്റെ ആവശ്യമില്ല എന്നതുകൊണ്ടാണ് ഒട്ടുമിക്ക കമ്പനികളും അത് പ്രൊവൈഡ് ചെയ്യാത്തത്. എന്നാൽ നമുക്ക് നിലവിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ സ്പീഡ് ഒട്ടും കുറയാതെ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൗട്ടറിനെ റിപ്പീറ്ററായി കോൺഫിഗർ ചെയ്ത ശേഷം അത് വൈഡായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. എന്നാൽ നമുക്ക് റൂമിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലേക്ക് ആ റിപ്പീറ്ററിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ 1 മീറ്റർ കേബിൾ പോരാണ്ട് വരും. അങ്ങനെയുള്ള ആളുകൾ കുറച്ചുകൂടെ നീളം കൂടിയ ഒരു കേബിൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇന്ന് മാർക്കറ്റിൽ 1500 രൂപയ്ക്ക് താഴെ ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ചൊരു വൈഫൈ റൗട്ടറാണ് D-Linkൻ്റെ DIR 650IN എന്ന് പറയുന്നത്. അതൊരു പ്രൈസിൻ്റെ കാര്യത്തിലായാലും ഡിസൈനിൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ഇതിനെ കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു ബ്രാൻഡിൻ്റെയും മോഡലുകൾ അവൈലബിൾ അല്ല. ഇതൊരു 4 ആൻറ്റിനുള്ള മോഡലായതുകൊണ്ട് തന്നെ നമ്മളൊരു വീടിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ഈ റൗട്ടറിനെ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീടിൻ്റെ എല്ലാ ഏരിയയിലും 300 Mbps സ്പീഡ് ലഭിക്കുമെന്നത് കൂടാതെ വൈഫൈ ബ്ലാങ്ക് സ്പോട്ട് ഉണ്ടാകാനുള്ള ചാൻസും കുറവാണ്. സാധാരണയായി ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുന്ന സ്മാർട്ട് ടിവികളോ മറ്റു ഡിവൈസുകളോ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വൈഫൈ റൗട്ടറിലേക്ക് കണക്ട് ചെയ്ത ശേഷം വീഡിയോയോ മറ്റു കാര്യങ്ങളോ പ്ലേ ചെയ്യുമ്പോൾ ലാഗ് ഉണ്ടാകാറുണ്ട്. ഇത്തരം ആളുകൾക്ക് ഏറ്റവും മികച്ച മോഡൽ തന്നെയാണ് ഇത്. കാരണം ഇതൊരു 300 സീരീസിൽ വരുന്ന ഡിവൈസ് ആയതുകൊണ്ട് തന്നെ 300 Mbps വേഗത വരെ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഡിവൈസുകൾക്ക് സാധിക്കും. ഹൈ ക്വാളിറ്റിയോട് കൂടിയ 4 ആൻറ്റിനകൾ ഈ ഡിവൈസിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ എല്ലാ വീടിൻ്റെയും ഫസ്റ്റ് ഫ്ലോറിൽ മോശമില്ലാത്ത ഒരു കവറേജ് നൽകാൻ D-Linkൻ്റെ ഈ ഡിവൈസിന് സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ബേസിക് ആയിട്ടുള്ള പരിജ്ഞാനമുള്ള ആർക്കും ഈസിയായി സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് D-Link ഈ ഡിവൈസിൻ്റെ ഇൻസ്റ്റാളേഷൻ മെത്തേഡ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാവശ്യമായ ഒരു ഇൻസ്റ്റാളേഷൻ ഗൈഡും D-Link ഈ ഡിവൈസിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പിക്ചറോട് കൂടിയ ഇൻസ്റ്റാളേഷൻ മെത്തേഡുകളും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡിവൈസിനെ കോൺഫിഗർ ചെയ്യുന്നതിനായി ആദ്യം നമ്മുടെ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ തന്ന ഡിവൈസിലേക്ക് ഈ റൗട്ടറിനോടൊപ്പം വന്ന കേബിൾ ഉപയോഗിച്ച് ഈ റൗട്ടറിനെ കണക്ട് ചെയ്യുക. അതിനുശേഷം റൗട്ടർ സ്വിച്ച് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലെ വൈഫൈയിൽ സെർച്ച് ചെയ്യുമ്പോൾ D-Link എന്ന പേരിലൊരു റൗട്ടറിനെ കാണാൻ പറ്റും. അതിനകത്ത് പാസ്വേഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യം പാസ്വേഡ് ഇല്ലാതെ തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. കണക്ട് ചെയ്ത ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഈ റൗട്ടറിൻ്റെ അടിയിലുള്ള IP അഡ്രസ്സ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വരുന്ന ഹോം പേജിൽ നമുക്ക് വൈഫൈ റൗട്ടറിൻ്റെ പേരും പാസ്വേഡും ഈസിയായി സെറ്റ് ചെയ്യാവുന്നതാണ്. റൗട്ടറിന് പേരും പാസ്വേഡ് നൽകിയ ശേഷം റൗട്ടറിനെ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും റൗട്ടറിൽ നിന്ന് ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. റൗട്ടർ കോൺഫിഗർ ചെയ്യാൻ ഡൗട്ടുള്ളവർക്കായി എക്സ്ട്രാ ഒരു സപ്പോർട്ടിനായി ഈ ഇൻസ്റ്റാളേഷൻ ഗൈഡിനൊപ്പം ഒരു ടോൾ ഫ്രീ നമ്പരും D-Link പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും D-Linkൽ നിന്ന് ഈ ഡിവൈസ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് വീട്ടിലേക്ക് ഒരു വൈഫൈ റൗട്ടറോ റിപ്പീറ്ററോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.